പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമേ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷയില് ഏത് സമയത്തോ ഏതു നേരത്തോ നിങ്ങൾ പങ്കുചേരുന്ന സമയം നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊള്ളുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ആ സമയം വന്ന് നിറയും. നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നാഴികയും കാലവും ഏതു തന്നെയാണെങ്കിലും ആ സമയത്ത് കർത്താവിന്റെ വലിയ സ്നേഹം ഈ പ്രാർത്ഥനാ മധ്യേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധ്യമാകും. വിശ്വാസത്തോടുകൂടെ എന്റെ കർത്താവ് എനിക്ക് മതിയായവനാണെന്നുള്ള ബോധ്യത്തോടുകൂടെ യേശുവിനെ വളരെയധികം സ്നേഹിച്ചുകൊണ്ട്, കർത്താവിനെ വളരെയധികം ആരാധിച്ച് മഹത്വീകരിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ മധ്യേ ആയിരിക്കാം. എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹവിനയത്തോടുകൂടെ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് കർത്താവിന്റെ വിലയേറിയ നാമത്തില് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, നമുക്ക് ഏതാനും വരികൾ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രാർത്ഥന ഇവിടെ ആരംഭിക്കാം. ഉണർവിൻ വരൽ ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിയിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിയിടുവാൻ. ആ ശിഷ്യന്മാരെ അയക്കേണമേ, ഈ ശിഷ്യരാ നിന്ദാസരിന്മേൽ. ആ ശിഷ്യന്മാരെ അയക്കേണമേ, ഈ ശിഷ്യരാ നിന്ദാസരിന്മേൽ. ഉണർവിൻ വരൽ ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ. ഉണർവിൻ ശക്തി അയക്കേണമേ, ഈ ശിഷ്യരാ നിന്ദാസരിന്മേൽ. ഉണർവിൻ ശക്തി അയക്കേണമേ, ഈ ശിഷ്യരാ നിന്ദാസരിന്മേൽ. ഉണർവിൻ വരൽ ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. തിരുനാമം പാടിടുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ. തിരുനാമം പാടിടുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ. ശാശ്വത ശാന്തി അയക്കേണമേ,
ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ ശാശ്വത ശാന്തി അയക്കേണമേ. ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏക ദൈവത്തിന്റെ തിരുനാമത്തിനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആകാശവും ഭൂമിയും നിന്റെ സ്തുതികളാൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. ശിക്ഷാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യ നമസ്കാര രാജാവേ, നിനക്ക് സ്തുതി. ബാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മർത്തമറിയമേ, തമ്പുരാനെ പറ്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. കർത്താവേ, ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ഈ അവസരം തന്നതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പാപം ചെയ്ത് അകന്നു പോയവരാണ്. തെറ്റുകുറ്റങ്ങൾ ധാരാളം ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മോഹങ്ങളിലൂടെയും ഒക്കെ ശരീര മനസ്സുകളിൽ പ്രവേശിച്ച ദുഷ്ടരായ അശുദ്ധി നിറഞ്ഞ മനുഷ്യരാണ്. എന്നാൽ കർത്താവേ, ഞങ്ങളുടെ പാപവും അശുദ്ധിയും ഞങ്ങളിൽ വാഴുമ്പോൾ ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളങ്ങളെ, അതിൻ്റെ കാലഘട്ടങ്ങളെ ഭരിക്കുമ്പോൾ കർത്താവിന്റെ കരുണയിലും കൃപയിലും പൂർണ്ണമായി ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവിന്റെ ശക്തി ഞങ്ങളിൽ പകരണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന്റെ ദിവസമായി ഇത് മാറണമേ. ഞങ്ങൾ വചനം പഠിക്കുവാൻ ഇടവരണമേ. യേശുവിനെ മനസ്സിലാക്കുവാൻ സംഗതിയാകണമേ. ജീവിതത്തിൽ ഉയരുവാൻ ഇടവരണമേ. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം സംഭവിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് സംഭവിക്കുവാൻ, ദൈവസ്നേഹം കൊണ്ട് ഞങ്ങൾ നിറയുവാൻ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ
ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ജീവിത പശ്ചാത്തലങ്ങളിൽ മുഴുവനും അങ്ങയുടെ തേജസ് വ്യാപരിച്ച് ഇറങ്ങുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കൊരു മാനസാന്തരവും അനുഗ്രഹവും ഉയർച്ചയും അഭിഷേകവും നൽകണമേ. എല്ലാ വിഷയങ്ങളും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമേ, ദൈവത്തിന്റെ തിരുസന്നിധിയില് നമുക്ക് ഒരു തിരുവചനം വായിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. നാം ഇന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം, അതിന്റെ 21-ാമത്തെ വാക്യം, 20-21 വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. പിന്നെ അവൻ തന്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായകയാൽ അവയെ ശാസിച്ചു തുടങ്ങി. കൊരസീനെ, നിനക്ക് ഹാ കഷ്ടം! ബത്സയിദേ, നിനക്ക് ഹാ കഷ്ടം! നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. ഒരിക്കൽ കൂടി വായിക്കാം. കൊരസീനെ, നിനക്ക് ഹാ കഷ്ടം! ബത്സയിദേ, നിനക്ക് ഹാ കഷ്ടം! നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരപ്പൻ, ആ അപ്പനും അമ്മയും തന്റെ കുഞ്ഞിനെ വളരെ മനോഹരമായി വളർത്തിക്കൊണ്ടുവരുമ്പോൾ തങ്ങളുടെ ജീവിതത്തിന് സാധ്യമാകാത്ത രീതിയിലുള്ള ഒരു സ്വപ്നം കുഞ്ഞിന്റെ മനസ്സിൽ വരികയും ആ സ്വപ്നം ആ കുഞ്ഞിനെ ഒരു പൈലറ്റായി തീരണം എന്നുള്ളതായിരുന്നു. ദൈവമക്കളെ, ആ കുഞ്ഞ് നന്നായി പഠിച്ചു, സ്വപ്നം കണ്ടു തന്നെ പഠിച്ചു. പൈലറ്റ് ആകാനുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അവസാനം ആ കുട്ടിക്ക് അതിനുള്ള സെലക്ഷൻ കിട്ടി. പ്രിയപ്പെട്ടവരെ, ആ ജോലി പഠിക്കാനായിട്ട് അതിലേക്ക് ആ ക്ലാസ്സിലേക്ക് കുട്ടി ചെല്ലുകയാണ്. ഇത് ഇവിടെ മാത്രമല്ല, സമാനമായ എല്ലാ കോഴ്സുകളും ഇങ്ങനെ തന്നെയാണല്ലോ. അവിടെ ചെല്ലുമ്പോൾ തന്നെ അതിന്റെ ആദ്യഘട്ടം മുതല് ഒരു പൈലറ്റായി എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പഠന രീതിയാണ് അവിടെ ക്രമീകരിക്കുന്നത്. ആദ്യത്തെ ദിവസം തന്നെ ഒരിക്കലും ഒരു ഫ്ലൈറ്റിൽ കയറ്റി അത് ഓടിക്കാനായിട്ട് പഠിപ്പിക്കുകയല്ല. മാനസികമായി അതിന് പ്രിപ്പയർ ചെയ്യിക്കുന്ന ചില സ്റ്റെപ്പുകളുണ്ട്, ചില കോഴ്സ്, ചില ക്ലാസ്സുകളുണ്ട്. അതിനോടൊപ്പം എല്ലാം സമയമെടുത്താണ് ഏതൊരു കോഴ്സും, ഇത് മാത്രമല്ല ഏതൊരു കോഴ്സും ചെയ്യുന്നത്. അവരെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് എത്രമാത്രം ഉയർന്നതായ ജോബിലാണ് ചെല്ലേണ്ടത്, എത്രമാത്രം ഉന്നതമായ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കേണ്ടത് എന്നതിന്റെ അടിസ്ഥാനത്തില് ആ കോഴ്സിന്റെ കാലഘട്ടവും അതിന്റെ ദൈർഘ്യവും വലുതായിരിക്കും. എന്തുകൊണ്ടാണ് ദൈർഘ്യം വലുതാകുന്നത്? അവരുടെ മനസ്സും ശരീരവും എല്ലാം ആ ഉദ്യോഗത്തിന് കഴിവുള്ളതും മികവുള്ളതുമായി മാറുവാൻ വേണ്ടി അവരെ പരിശീലിപ്പിക്കുന്നതാണ്. അപ്പോൾ ഒരു യഥാർത്ഥമായി നല്ല ഒരു വ്യക്തിയായി ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങണമെങ്കിൽ ഒരു കുട്ടി ഏതൊരു കോഴ്സിലാണെങ്കിലും മനസ്സ് 100% അതിനകത്തേക്ക് കൊടുത്ത് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഇതെന്ന് മനസ്സിലാക്കി, ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത് ദൈവവേലയാണെന്ന് മനസ്സിലാക്കി
പഠന സമയത്തെ പൂർണ്ണമായി അത് ദൈവത്തിന് നിയോഗമാണെന്ന് കണ്ട്, ദൈവ ആരാധനയാണെന്ന് കണ്ട് പൂർണ്ണമായി അതിലേക്ക് വിധേയപ്പെട്ട് പഠിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ മികവുറ്റ ഒരു മനുഷ്യനായി, വ്യക്തിയായി ഉദ്യോഗത്തിന് പാകപ്പെട്ട് ഇറങ്ങുന്നത്. എന്നാൽ വെരി ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം തന്നെ പ്രിയപ്പെട്ടവരെ കുഞ്ഞിന്റെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് എനർജി കയറിയെന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക് അതുമായിട്ട് ഒത്തുചേരാനായിട്ട് സമയമെടുക്കുന്നു, ഭാരപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിന്റെ പെർസെന്റേജ്, ജീവിതത്തിന്റെ വിജയത്തിന്റെ പെർസെന്റേജ് ഓരോ ദിവസവും കഴിയുന്തോറും താന്നുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, എന്താണ് റീസൺ? ആ കുഞ്ഞിന്റെ മനസ്സ് അതിലേക്ക് ഇഴകിച്ചേരുന്നില്ല. പാരന്റ്സും അധ്യാപകരും സമൂഹവും ഒരു കുഞ്ഞിന്റെ സാഹചര്യത്തെ ഒരുക്കുമ്പോഴാണ് ആ കുഞ്ഞ് സമൂഹത്തിൽ വിജയിക്കുന്നത്. പാരന്റ്സിന്റെ പ്രാർത്ഥന, വൈദികരുടെ, ആത്മീയ നേതാക്കന്മാരുടെ പ്രചോദനം കൊടുക്കുന്ന പ്രാർത്ഥന, ഗുരുക്കന്മാരുടെ പ്രോത്സാഹനം, സമൂഹത്തിന്റെ അഭിനന്ദനം, ഇതെല്ലാം ആ കുഞ്ഞിന്റെ മനസ്സിനെ ഒരുക്കുന്നതാണ്. പ്രോത്സാഹിപ്പിച്ച് ബലപ്പെടുത്തി കൂടെയിരുന്ന് സഹായിച്ച് ആ കുഞ്ഞിനെ അതിലേക്ക് ഒരുക്കുന്നു. നല്ല സാഹചര്യമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ വിജയിക്കുന്നതിന് റീസൺ ആ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന, കുഞ്ഞുങ്ങളുടെ പശ്ചാത്തലം മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടും ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടും ദേശത്തിലെ പ്രമുഖരായ നല്ലവരായ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വമുള്ള ആളുകളുടെ പ്രചോദനവും പ്രോത്സാഹനവും എല്ലാം കൂടി ഒരു സർഗാത്മശേഷിയുള്ള അനുഗ്രഹിക്കപ്പെട്ട ക്രിയാത്മകമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന വ്യക്തിത്വങ്ങൾ ലോകത്തുണ്ടാകുവാൻ കാരണമാകുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞിന് അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും ഒത്തുചേർന്ന് വരുമ്പോൾ ഈ കുഞ്ഞിന്റെ മനസ്സുയരും, ആ കുഞ്ഞ് വളരും, പഠിക്കും, അനുഗ്രഹിക്കപ്പെടും, നല്ലൊരു പൈലറ്റായി പുറത്തു വരികയാണ്. ആ പാരന്റ്സിന്റെയും സാധാരണക്കാരായ പാരന്റ്സിന്റെയും സ്വപ്നം കണ്ട കുഞ്ഞിന്റെയും സ്വപ്നത്തെ ബലപ്പെടുത്തുന്നതും യാഥാർത്ഥ്യത്തിൽ എത്തിക്കുന്നതും ഒറ്റക്കെല്ലാം ഒരു കൂട്ടം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഈ വിജയത്തിന്റെ പിന്നില് ഒരു പോയിന്റ് ഉണ്ട്, ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഈ കുഞ്ഞിന്റെ മനസ്സ് അതിലേക്ക് പാകപ്പെടുന്ന ആദ്യത്തെ ദിനം കിട്ടുന്ന പ്രോത്സാഹനം കിട്ടുന്നതായ, വളരെ ബലം കിട്ടുന്നതായ ഫസ്റ്റ് ഡേ, അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ വളരെ നിർണായകമാണ്, ക്രിട്ടിക്കലാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ആദ്യത്തെ ദിനത്തിന്റെ പ്രോത്സാഹനവും മനസ്സിന്റെ മാറ്റവുമാണ് ആ കുഞ്ഞിനെ വലിയ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത്. നോക്കിക്കൊള്ളൂ, ഇവിടെ യേശു ഒരു വലിയ കോഴ്സ്, ദാറ്റ് മീൻസ് വലിയൊരു പ്രാക്ടീസ് ജനത്തെ പരിശീലിപ്പിക്കുകയാണ്. അതിന്നും തുടരുകയാണ്, ഇന്നും അതുണ്ട്. എന്താണ്? ഈ ലോകത്ത് ദൈവരാജ്യത്തിന്റെ മക്കളായി ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ മക്കളായി ജീവിക്കുവാൻ വേണ്ടിയാണ്. ദൈവരാജ്യത്തിന്റെ മക്കളായി ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. ദൈവരാജ്യത്തിന്റെ ഈ ലോകത്ത് രണ്ട് രാജ്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. ഒന്ന് ദുഷ്ടന്റെ രാജ്യം, രണ്ട് ദൈവരാജ്യം. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിന്റെ അംഗബലം എന്ന് പറയുന്നത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. ദൈവരാജ്യത്തിന്റെ ശക്തിയും ദൈവരാജ്യത്തിന്റെ അംഗബലത്തിന്റെയും അതിന്റെ വിശുദ്ധിയും നിറവും അതിന്റെ എത്രയോ താഴെയാണ് പിശാച് ഈ ലോകത്തുള്ള എല്ലാ സൈന്യത്തെയും കൂട്ടിക്കൊണ്ടുവന്നാൽ നിൽക്കുന്നത് വളരെ ചെറുതാണ്. സാത്താന്യ സൈന്യത്തെ തോൽപ്പിക്കുന്നത് ദൈവരാജ്യത്തിന്റെ മഹത്വം കണ്ടുകൊണ്ടാണ്. ദൈവരാജ്യത്തിന്റെ രാജാവായി ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യമായി നിലകൊള്ളുമ്പോൾ യേശു ക്രിസ്തു
ക്രിസ്തു ദൈവരാജ്യത്തിന്റെ തുറന്ന അനുഭവങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ലഭിക്കുവാൻ വേണ്ടി സ്വർഗം ചായിച്ചിറങ്ങി വന്ന ജനത്തിന്റെ നടുവിലേക്ക് ദൈവരാജ്യത്തെ കുറിച്ചുള്ള മെസ്സേജുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന് 33.5 വയസ്സ് ആയപ്പോൾ ഈ ശുശ്രൂഷ ആരംഭിച്ച്, പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ 30 വയസ്സിൽ ആരംഭിച്ച് 33.5 വയസ്സുകാരൻ 3.5 വർഷക്കാലം ആ ശുശ്രൂഷ നിർവഹിച്ച ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സ്വർഗത്തിൽ പിതാവിന്റെ അരികിലേക്ക് ചേർക്കപ്പെട്ടപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇവിടെ സ്ഥാപിച്ചത് ദൈവരാജ്യമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് നടുവിൽ എങ്ങനെ ജീവിക്കാമെന്ന ജനത്തെ പഠിപ്പിച്ചുകൊണ്ടാണ് യേശു ഈ ലോകം വിട്ട് കർത്തൃസന്നിധിയിലായിരിക്കുന്നത്. തമ്പുരാൻ ഈ ലോകത്ത് ദൈവരാജ്യം സ്ഥാപിതമായതിന് നടുവിൽ എപ്പോഴും ഉണ്ട് എന്ന് കൂടെ തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. യേശുവിന്റെ സാന്നിധ്യം, ഹോളി സ്പിരിറ്റ് സാന്നിധ്യം, പ്രിയപ്പെട്ടവരെ, ഇവിടെ എപ്പോഴുമുണ്ട്. ഇവിടെ ജീവിക്കുന്ന വ്യക്തിത്വങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. ആ ദൈവരാജ്യത്തിന്റെ അതിർവരമ്പുകളുടെ വിസ്തൃതമായ രൂപത്തെ കണ്ടുകൊണ്ട് കോടാനുകോടി സൈന്യങ്ങളോട് ഒരുമിച്ച്, ദൂതന്മാരുടെ വിശുദ്ധന്മാരോടും ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുക, കർത്താവിനെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇതാണ് ദൈവമക്കളെ ഓരോ ആളുകളുടെ ലക്ഷ്യവും ജീവിതവും. യേശു അതിനുവേണ്ടി ഒരു വലിയ പരിശീലനം ആരംഭിച്ചു. വചന ശുശ്രൂഷയിലൂടെ, പ്രസംഗത്തിലൂടെ, പഠിപ്പിക്കലിലൂടെ, തന്റെ കരസ്പർശനത്തിലൂടെ, സാന്നിധ്യം കൊണ്ടൊക്കെയും അത് തമ്പുരാൻ നിവർത്തിച്ചു വരികയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ ആദ്യം പറഞ്ഞ ആ സംഭവത്തില് ഒരു കുഞ്ഞ് തന്റെ മനസ്സൊരുക്കുന്നില്ല എങ്കിലും നല്ലൊരു പൈലറ്റായി മാറുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് ദൈവരാജ്യത്തിന്റെ ഉന്നതിയിലേക്ക് എത്തുവാൻ, ദൈവരാജ്യത്തിന്റെ മനോഹരത്വത്തിലേക്ക് എത്തുവാൻ നമുക്കൊരു മനസ്സൊരുക്കം ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, അതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശു പറഞ്ഞ വചനത്തിലേക്ക് നോക്കൂ. കോരസീനെ, നിനക്ക് ഹാ കഷ്ടം. ബത്സയിദേ, നിനക്ക് ഹാ കഷ്ടം. നിങ്ങൾ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ ഇരട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ മാനസാന്തരപ്പെട്ടില്ല എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ട നമ്മുടെ തന്നെ ഒരു പ്രയത്നത്തിന്റെ ഫലമാണ്. ആഗ്രഹത്തിൽ നിന്ന്, ഇഷ്ടത്തിൽ നിന്ന് നമുക്കുണ്ടാകേണ്ട ഒരു മാനസിക പശ്ചാത്തലമാണ് മാനസാന്തരം. ആ മാനസാന്തരം വരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ദൈവരാജ്യത്തിന്റെ തുറന്ന അനുഭവങ്ങൾ കിട്ടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിത വിജയത്തിന്, ആത്മീയ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക്, ആത്മീയ ജീവിതത്തിന്റെ ഉന്നതിക്ക് മാനസാന്തരം ആവശ്യമാണ്. മാനസാന്തരം നമ്മളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നു. ഹല്ലേലൂയ. അതിനെന്താ ചെയ്യേണ്ടത്? നീ ഒരു സ്റ്റെപ്പ് എടുക്കുക. കോരസീനെ, ബത്സയിദേ, നിനക്ക് ഹാ കഷ്ടം. നിന്നിൽ നടന്നത് സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ടേ എട്ടിലും വെണ്ണീറിലും ഇരുന്ന് പ്രാർത്ഥിച്ചേനെ, മാനസാന്തരപ്പെട്ടേനെ. പ്രിയപ്പെട്ടവരെയും ഓർത്തു നോക്കിക്കേ. അപ്പോൾ എന്റെ ജീവിതത്തിൽ എന്തോ ഒന്ന് ഞാൻ ചെയ്യാനുണ്ട് എന്ന് എനിക്കിന്ന് മനസ്സിലാകുകയാണ്. ഹല്ലേലൂയ. നാം എന്നും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, എനിക്ക് അനുഗ്രഹം വേണം, എന്റെ ദൈവമേ, എനിക്ക് ഡെലിവറൻസ് വേണം, എനിക്ക് സ്വസ്ഥത വേണം, എനിക്ക് സമാധാനം വേണം, എനിക്ക് ഐശ്വര്യം വേണം, എനിക്ക് ഉയർച്ച വേണം, എനിക്ക് സമ്പത്ത് വേണം, എന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം, എന്റെ മക്കൾ ഉയർച്ച പ്രാപിക്കണം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഞാനും നീയും ഈ കാര്യം ചെയ്തിട്ടുണ്ടോ? മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്റെ കയ്യിൽ തന്നെയാണ്. മാനസാന്തരപ്പെടുന്നതിന്റെ ആദ്യത്തെ കാര്യമാണ് വചനം കേൾക്കാൻ തയ്യാറാകുക, യേശുവേ എന്ന് വിളിക്കാൻ തയ്യാറാകുക. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ അടുത്തേക്ക് വരിക.
യേശുവിന് വേണ്ടി ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാനസാന്തരത്തിന്റെ ആദ്യഘട്ടം നമ്മുടെ കയ്യിലാണ്. കർത്താവിന് വേണ്ടി ജീവിതം തുറന്നു കൊടുക്കുക. യേശുവേ, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് പറയുക. യേശുവേ, നിനക്ക് ഞാൻ എന്റെ ജീവിതത്തില് ഒന്നാം സ്ഥാനം തരുന്നു എന്ന് പറയുക. ഇതാണ് ജീവിതത്തിന്റെ ആദ്യ അനുഗ്രഹത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. ചോദിച്ചു നോക്കിക്കേ, എന്നോട് തന്നെ എനിക്ക് ചോദിക്കാൻ കഴിയട്ടെ, നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയട്ടെ, നീ മാനസാന്തരപ്പെട്ടോ? ജീവിതത്തിൽ ഇന്ന് വരെ 30, 40, 50, 60, 70, 80 വയസ്സുവരെ ജീവിച്ചിട്ട് മാനസാന്തരപ്പെട്ട ഒരനുഭവം നിന്റെ ജീവിതത്തിലുണ്ടോ? ഹല്ലേലൂയ. മനസ്സിൽ വരുന്ന കുറ്റബോധമല്ല മാനസാന്തരം. മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ ഉണ്ടാകുന്ന വിഷമമല്ല മാനസാന്തരം. മറിച്ച് മാനസാന്തരം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് യേശുവിലേക്ക് നിന്റെ മനസ്സ് കൊടുക്കുന്ന ഒരു നിമിഷം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു ദിവസം നിന്റെയും എന്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ദൈവരാജ്യത്തിന്റെ പ്രവേശന ദിവസം എന്ന് പറയുന്നത്. ആത്മീയമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും ആദ്യപടി ആ ദിനമാണ്. ദൈവമേ, ഞാൻ എന്റെ ജീവിതത്തെ നിനക്കായി തരുന്നു. എനിക്ക് നിന്നോട് ചേരാനായിട്ട് ആഗ്രഹം വരുന്നു. എന്റെ ഉള്ളത്തിൽ എനിക്ക് നിന്നോട് ചേർന്നാൽ മതി. ഹല്ലേലൂയ. എനിക്ക് കിട്ടുന്ന അനുഗ്രഹമല്ല ദൈവരാജ്യത്തിന്റെ അനുഗ്രഹമായാൽ മതി. സാത്താന്റെ അനുഗ്രഹമില്ല എനിക്ക് വേണ്ട. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലും നെഗറ്റീവും പോസിറ്റീവും ആയിരിക്കുന്ന എനർജി ഉണ്ട്. നെഗറ്റീവ് എനർജി എല്ലാം സാത്താന്റെ കയ്യിലാണ്, പോസിറ്റീവ് എനർജി ദൈവത്തിന്റെ കയ്യിലാണ്. പ്രിയപ്പെട്ടവരെ, നാം എന്നും ചിന്തിക്കേണ്ടത് നെഗറ്റീവ് എനർജി തരുന്ന സുഖങ്ങൾ എനിക്ക് വേണ്ട, നെഗറ്റീവ് എനർജി തരുന്ന സൗകര്യങ്ങൾ എനിക്ക് വേണ്ട. ഞാൻ ഈ ലോകത്ത് ജയാളിയായി ജീവിക്കും, ഞാൻ ഈ ലോകത്ത് അനുഗ്രഹത്തോടെ ജീവിക്കും, ഞാൻ ഈ ലോകത്ത് ഉയർന്നു ജീവിക്കും. ദൈവരാജ്യത്തിന്റെ അനുഗ്രഹത്തില്, ദൈവരാജ്യത്തിന്റെ വിശുദ്ധിയില്, ദൈവരാജ്യത്തിന്റെ കൃപയില് ഞാൻ ഒരുപാട് 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 ഉയരുകയാണ്. ചേർന്ന് പറയാമോ? ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിന്റെ വലിയ ഒരു അനുഭവത്തിൽ ഈ ലോകത്ത് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടമാണ് മാനസാന്തരപ്പെടുക. മനസ്സിനെ നീ മാറ്റുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ഹല്ലേലൂയ. യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ച സഖായി താൻ തീരുമാനമെടുത്തു യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുവാൻ. മാനസാന്തരം എന്ന് പറഞ്ഞാൽ നീ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുക, യേശുവിനായി ഒരു പ്രവൃത്തി ചെയ്യുക, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക. ദൈവമക്കളെ, അവിടെ വലിയ അത്ഭുതങ്ങളാണ്, വലിയ അടയാളങ്ങളാണ് സംഭവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയില് ദൈവം വിളിച്ചു വാർതിരിച്ച് ഇന്ന് വന്നിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ രോഗികളായിട്ടാണ് വന്നിരിക്കുന്നത്, കുടുംബം തകർന്നവരായിട്ടാണ് വന്നിരിക്കുന്നത്, ഒരുപാട് പ്രയാസത്തോടു കൂടെയാണ് ഇരിക്കുന്നത്. നിങ്ങളിന്ന് മാനസാന്തരപ്പെടുക. യേശുവിലേക്ക് അടുക്കുവാൻ ജീവിതത്തിൽ ഒരാഗ്രഹ ഹൃദയത്തിൽ ഇപ്പോഴുണ്ടായാൽ നീ അനുഗ്രഹിക്കപ്പെടുകയാണ്. യേശുവിനോട് ചേരുവാൻ നിനക്കൊരാഗ്രഹമുണ്ടായാൽ നീ ഇന്ന് അനുഗ്രഹിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് എന്റെ കുടുംബം ഒരു സ്വർഗമാകാൻ നിന്റെ ഉള്ളിൽ ഇന്നൊരാഗ്രഹമുണ്ടായാൽ, അത് മാനസാന്തരത്തിന്റെ ആദ്യഘട്ടമായാൽ, യേശുവിന് വേണ്ടി നിന്റെ കുടുംബം നീ ഏൽപ്പിച്ചു കൊടുത്താൽ, യേശുവിന് വേണ്ടി നിന്റെ മനസ്സ് നീ ഏൽപ്പിച്ചു കൊടുത്താൽ, യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം നീ ഏൽപ്പിച്ചു കൊടുത്താൽ, യേശുവിന് വേണ്ടി നിന്റെ ജീവിതം നീ ഏൽപ്പിച്ചു കൊടുത്താൽ, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുകയാണ്. ഗോഡ്സ് ഗ്രേസ്, ദൈവത്തിന്റെ കൃപ ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. ഇന്ന് തകർന്നവരായി മുടിഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷയില്ലാതെ
എത്ര പേർ ദൈവം വിളിച്ച് വേർതിരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ തീരുമാനം എടുക്കുക, ഞാൻ ഇനി യേശുവിന്റെ മകനായി ജീവിക്കും. എന്റെ ജീവിതത്തിലുള്ള പാപങ്ങൾ കർത്താവിനോട് ഏറ്റുപറയും. അവൻ എന്നോട് എന്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കും. ഹല്ലേലൂയ. ഞാൻ എന്റെ മനസ്സിനെ ഒരു പാപമോചനം പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് സമർപ്പിക്കുന്നു. ഞാൻ എന്റെ മനസ്സിനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ഒരു നിയന്ത്രണത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞാൻ എന്റെ മനസ്സിനെ യേശുവിന്റെ ശരീരത്തോട് ചേരുന്ന ശുശ്രൂഷയിലേക്ക് സമർപ്പിക്കുന്നു. ഞാൻ എന്റെ മനസ്സിനെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകളുടെ മേഖലകളിലേക്ക് സമർപ്പിക്കുന്നു. ഞാൻ എന്റെ മനസ്സിനെ ദൈവരാജ്യത്തിന്റെ എല്ലാ അനുഗ്രഹീത നിമിഷങ്ങളിലേക്കും ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നു മുതല് പ്രിയപ്പെട്ടവരെ, നമ്മൾ പഴയ മനുഷ്യരല്ല, ഒരു പുതിയ മനുഷ്യനാണ്. പാപത്തെ ഉപേക്ഷിച്ചവർ, ശാപത്തോട്, ഹല്ലേലൂയ, ശാപത്തിൽ നിന്ന് മാറിയവർ, അന്ധകാരം മാറിയവർ, വെളിച്ചം സ്വീകരിച്ചവർ, കൃപ കൊണ്ട് നിറഞ്ഞവർ. ഹല്ലേലൂയ. അപ്പൊ മാനസാന്തരം എന്ന് പറയുന്നത് അതിന്റെ ആദ്യ സ്റ്റെപ്പ് എന്റെ കയ്യിൽ തന്നെയാണ്. അവിടെ ദൈവരാജ്യത്തിന്റെ കവാടം തുറക്കപ്പെടുകയാണ്. യേശുവിന്റെ ശബ്ദം കേൾപ്പാനിട വരികയാണ്. ഒരു ദൈവരാജ്യത്തിന്റെ ജീവിതം കിട്ടുകയാണ്. ജീവിതം മാറി മറയുകയാണ്. ഇന്ന് ഇത് എപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ യേശുവേ എന്ന് വിളിക്കുമ്പോൾ അത് സംഭവിക്കുകയാണ്. നമുക്ക് യേശുവേ എന്ന് വിളിച്ച് കർത്താവേ ഞാൻ എന്നെ തന്നെ തരുന്നെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ കർത്താവേ, ദൈവരാജ്യത്തിന്റെ മഹത്വത്തിൽ ഈ ലോകത്ത് ജയജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ഇപ്പോൾ അഭിഷേകം ചെയ്തതിനായി ഞങ്ങൾ സ്തോത്രം പറയുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ശക്തിയോടെ അങ്ങ് ഇറങ്ങി വ്യാപരിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ രോഗാവസ്ഥയില്, ഞങ്ങളുടെ ബുദ്ധിമുട്ടില്, ഞങ്ങളുടെ മനസ്സിന്റെ സംഘർഷങ്ങളില്, ഞങ്ങളുടെ വേദനകളില്, ഞങ്ങളുടെ തകർച്ചകളില്, ഞങ്ങളുടെ ഭാരങ്ങളില് യേശുവേ നീ ഇപ്പോൾ ഇറങ്ങി വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ദൈവരാജ്യത്തിന്റെ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. ഓ എന്റെ ദൈവമേ, നിന്റെ രക്തം കൊണ്ട്, നിന്റെ രക്തം കൊണ്ട് നീ ഞങ്ങളെ ഇപ്പോൾ തളിക്കണമേ. നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ തളിക്കണമേ. യേശു ഉള്ളവരായി, യേശു നിറഞ്ഞവരായി, മാനസാന്തരപ്പെട്ടവരായി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവരായി, ശക്തി കൊണ്ട് എഴുന്നേൽക്കുവാൻ, വിശുദ്ധി കൊണ്ട് ആരാധിക്കുവാൻ, കൃപ കൊണ്ട് നിറയുവാൻ, ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം പ്രാപിപ്പാൻ, സ്വർഗീയ ശക്തി കൊണ്ട് നിറയുവാൻ. ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ ഞങ്ങളെ സ്പർശിക്കണമേ. ഇപ്പോൾ ഞങ്ങളെ സ്പർശിക്കണമേ. ഇപ്പോൾ ഞങ്ങളെ സ്പർശിക്കണമേ. ഇപ്പോൾ ഞങ്ങളെ നിറയ്ക്കണമേ. ഗ്രേസ് ഓഫ് ഗോഡ്, യേശുവിന്റെ കൃപയാലേ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് നിറച്ച് നിർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളെ സ്പർശിക്കുന്നതിനായി, പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങൾ നിറയുന്നതിനായി, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനായി സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയം ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആ കുടുംബത്തിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ, അവരുടെ മക്കൾ, അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം യേശുവേ എന്ന് കേട്ട വചനം പോലെ മാനസാന്തരപ്പെട്ട, ശക്തീകരിക്കപ്പെട്ട ദൈവരാജ്യത്തിന്റെ ശക്തിയിൽ, ദൈവരാജ്യത്തിന്റെ അനുഗ്രഹത്തിൽ ജീവിക്കുവാൻ ഇടവരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ ശക്തിയിൽ ജീവിക്കുവാൻ ഇടവരട്ടെ. ദൈവരാജ്യത്തിന്റെ ശക്തിയിൽ ജീവിക്കുവാൻ ഇടവരട്ടെ. ആ കുടുംബത്തിന്റെ നിയോഗങ്ങളിലും പ്രാർത്ഥനകളിലും യേശുവേ ദൈവരാജ്യത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെയും ഈ സമയം നിങ്ങൾ
ഏത് കാലത്തോ ഏതു നേരത്താണെങ്കിലും സാരമില്ല, നിങ്ങൾ ഇത് കേൾക്കുന്ന മാത്രയിൽ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾ, പ്രാർത്ഥനകൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാവുന്നതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, 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 Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. 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 Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah.
Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ശക്തി വ്യാപരിക്കട്ടെ, യേശുവേ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശു മശീഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മർത്തമറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമേ, നിങ്ങൾ ഈ ശുശ്രൂഷ കേൾക്കുന്ന സമയം ദൈവം നിങ്ങൾക്ക് ഭാഗ്യം നൽകിയതും കൊണ്ടും അവന്റെ സ്നേഹം നിങ്ങളിൽ വ്യാപരിച്ചതും കൊണ്ടുമാണ് നിങ്ങൾക്ക് പങ്കുചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത്. നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ഇത് കാലേക്കുട്ടി അറിയിക്കുന്നു. 1 വർഷം കഴിഞ്ഞ്, 2 വർഷം കഴിഞ്ഞ്, 10 വർഷം കഴിഞ്ഞായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത്. ഇപ്പോൾ പങ്കുചേർന്നവരും ഏത് സമയത്താണോ പങ്കുചേരുന്നത് എല്ലാവരെയും ഓർത്ത് കാലങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം സാവകാശം നൽകട്ടെ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.